നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊച്ചു വർത്തമാനങ്ങളാണ് പറഞ്ഞു പോണത്. അപ്പോൾ ഇന്നലെ വളരെ യാദൃശ്യമായിട്ട് ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ എന്താ സിനിമ? പ്രതിച്ഛായ. ഞാൻ വിചാരിച്ച ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരിക്കും എന്ന് പറഞ്ഞാണ് പോയത്. ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായിരിക്കും. പക്ഷേ കുറച്ചൊരു വേറൊരു ട്വിസ്റ്റാണ്. അതൊരു കോർപ്പറേറ്റ് സംവിധാനം ഒരു രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ട്വിസ്റ്റ് സിനിമയാണ്. ബാലേന്ദ്ര മേനോൻ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ സിനിമാ കഥ പറയാനല്ല രാവിലെ ഇരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നഭവനം താഴ്ന്നു പോയോ? റോഡിന്റെ കൺസ്ട്രക്ഷൻ മൂലം നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ ഇരുന്നു പോയോ? അതോ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണോ? നിങ്ങളുടെ ബിൽഡിംഗ് എന്തുമാകട്ടെ അത് പൊളിക്കാതെ തന്നെ മാറ്റി സ്ഥാപിക്കുകയോ ഉയർത്തുകയോ ചെയ്യാം. 15 വർഷത്തിൽ പരം പ്രവൃത്തി പരിചയമുള്ള ആര്യാർഗിൽ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടേത് ഏതുതരം ബിൽഡിംഗും ആവട്ടെ, വീടോ ഓഫീസോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ പഴയതോ പുതിയതോ ആവട്ടെ, ഏതുതരം കൺസ്ട്രക്ഷനും മാറ്റി സ്ഥാപിക്കാനും ഉയർത്തുവാനും സാധിക്കുന്നു. പരിശീലനം ലഭിച്ച വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ 100 മുതൽ 200ഓളം ജാക്കികൾ ഉപയോഗിച്ച് അതീവ സുരക്ഷിതത്തോടെ ജോലികൾ പൂർത്തിയാക്കുന്നു. ഇത് കൂടാതെ ടൈൽ പാവിംഗ്, AC സർവീസ്, ഹൗസ് മെയിൻ്റനൻസ്, ഇന്റീരിയർ ആൻഡ് മോഡിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി 10ഓളം സർവീസുകൾ ബഡ്ജറ്റ് റേറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. വ്യക്തമായ പ്ലാനും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റും കൃത്യനിഷ്ഠതയുമാണ് ഞങ്ങൾക്ക് 60ൽ പരം സന്തുഷ്ട ഉപഭോക്താക്കളെ നേടിത്തന്നത്. നിങ്ങളുടെ സംതൃപ്തി ഞങ്ങളുടെ ഉറപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട് ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു 9 മണിക്ക് എനിക്കൊരു ഫോൺ കാൾ വന്നു. എനിക്ക് പരിചയമുള്ള കൊല്ലത്തുള്ളൊരു വക്കീലാണ്. അപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ലല്ലോ. 10:15 വരെ സിനിമയുണ്ട്, 10 വരെ സിനിമയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 10:30 എനിക്ക് തിരിച്ച് വിളിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഒരു കാര്യം ചെയ്യണം, മാഷ വാട്സപ്പ് ഒന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് വാട്സപ്പ് നോക്കിയപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ഒരു സ്ഥാനാർത്ഥിയുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നപ്പോൾ. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ ഇന്ന് പരിചയപ്പെടുത്തിക്കൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ശരിക്കും ഇതിനകത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ഈ അയച്ചു തന്ന മെസ്സേജാണ് എനിക്കുള്ളത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത യുവ നേതാവ് അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ. അങ്ങനെ ഞാൻ ഇതിനകത്ത് പറയാൻ കാരണം, കേരളത്തിലെ 2 ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേയിൽ ഈ അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ ജയിക്കും എന്ന് സർവേ വന്നിട്ടുണ്ട്. UDFൻ്റെ കാൻഡിഡേറ്റാണ്. ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ ജയിച്ചിട്ടുണ്ട്, അവിടെ UDF ജയിച്ചിട്ടുണ്ട്, LDF ജയിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് LDF ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം കാൻഡിഡേറ്റാണ് 2 പ്രാവശ്യമായിട്ട് അവിടെ ജയിച്ചുകൊണ്ട്. ഞാൻ സ്ഥലം പിന്നെ പറയാൻ വരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ പൊതുപ്രവർത്തകൻ്റെ വലിയ കേരളത്തിൻ്റെ സമരമുഖത്തിൻ്റെ നല്ല രസമായിട്ട് അയച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സമര യുവത്വത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ, ഒരു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ഇടതുപക്ഷ പാർട്ടികളായാലും ഇപ്പോൾ RSP, CMB, RMB ഈ പാർട്ടികളുടെയൊക്കെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ സമരമാണ്. സമരമുഖത്തിൻ്റെ ഒരു മുഖം. സംഘടനാ പ്രവർത്തനം ജീവശ്വാസമാക്കിയ ഒരു കുടുംബത്തിൽ നിന്ന്, ഇപ്പോൾ പാരമ്പര്യം തന്നെ അച്ഛനും അമ്മയും ഒക്കെ അല്ല, ആ കുടുംബത്തിൽ നിന്ന് വരുന്ന വിഷ്ണുമോഹൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് വളർന്നത്. 1995 കൊല്ലത്ത് നടന്ന RSPയുടെ 15ാം ദേശീയ സമ്മേളനത്തിൽ 12ാം വയസ്സിൽ, ഈ വിഷ്ണുമോഹൻ്റെ 12ാം വയസ്സിൽ കുട്ടികളുടെ റെഡ് വാളണ്ടിയർ ക്യാപ്റ്റനായി തുടക്കം കുറിച്ചു. ചവറ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂളിലെ PSU യൂണിറ്റ് സെക്രട്ടറി, അതായത് RSPയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രോഗ്രസ് സ്റ്റുഡൻസ് യൂണിയൻ്റെ വിദ്യാർത്ഥി യൂണിറ്റ് സെക്രട്ടറിയായും കോളേജ് യൂണിയൻ ഭാരവാഹിയുമായി. അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല, ചെറിയ പ്രായത്തിലെ കോളേജ് യൂണിയൻ ഉറച്ച സംഘടന ബോധവും ഇടതുപക്ഷ ചിന്താഗതിയും മികച്ച സംഘാടകനും. 2007 വിഷ്ണു മോഹനെ PSU സംസ്ഥാന സെക്രട്ടറിയാക്കി. അപ്പോൾ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ്. കേരളം ശ്രദ്ധിച്ച ഒട്ടേറെ സമരങ്ങളിൽ നായകത്വം വഹിച്ച സമരവീര്യം. വീണ്ടും ആൾ മിടുക്കനാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച UDF പ്രവർത്തകരെ മർദ്ദിച്ചത് കേരളം മറന്നിട്ടില്ല. കാര്യം ചെടിച്ചട്ടി കൊണ്ടുവരെ യുവാക്കളെ അല്ലിയിട്ട് പിന്നെ അത് രക്ഷാപ്രവർത്തനമാണ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്ത് അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണത്തുള്ളൂ. അതിൽ പ്രതിഷേധിച്ച് 2023 ഡിസംബർ 23-ന് UDYF എന്ന് പറഞ്ഞാൽ UDFൻ്റെ യുവജന സംഘടനകൾ സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിച്ച കരിങ്കൊടി പ്രകടനത്തിൽ മുഖ്യമന്ത്രി ഓഫീസിന് മുന്നിൽ കരിങ്കൊടി ഉയർത്തിയ പോരാട്ടവീര്യം എന്ന് പറഞ്ഞാൽ, ഇവർ കുറേ ചെറുപ്പക്കാർ ചാടിക്കയറി മുഖ്യമന്ത്രി ഓഫീസിനകത്ത് കയറി, സെക്രട്ടേറിയറ്റിനകത്ത് കയറി കൊടി ഉയർത്തി. അതിൽ ഈ വിഷ്ണുമോഹനുമുണ്ട്. 25-ൽ UDYF സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്ന് 2 ആഴ്ചക്കാല ജയിൽവാസം, പല തവണ ജയിൽവാസവും ക്രൂരമായ പോലീസ് മർദ്ദനവും. എന്തിനു വേണ്ടി? നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യുവജന വഞ്ചനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടന്ന സൈക്കിൾ റാലിയുടെ ക്യാപ്റ്റൻ.
പൊതുപ്രവർത്തനം അനീതികൾക്കെതിരെയുള്ള സമരജീവിതമാണെന്ന് തെളിയിക്കുന്ന വിഷ്ണുമോഹൻ RYFിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ദേശീയ ജോയിൻറ്റ് സെക്രട്ടറി, RSP സംസ്ഥാന കമ്മിറ്റി അംഗം, ചെറുപ്പക്കാരനാണ് പക്ഷേ RSPയുടെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഇനി വിഷ്ണുമോഹൻ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യം കേരളത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ ഉറച്ച ശബ്ദമാണ്. അപ്പോൾ അങ്ങനെയുള്ള MLA മാർ നമ്മുടെ അസംബ്ലിയിൽ ആവശ്യമുണ്ട്. സകലതും മുച്ചൂട് മുടിച്ച് കാട് മുതൽ കടൽ വരെയുള്ള സകലതും നശിപ്പിക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടിന് ഉപരിയായി ഒരു നല്ല വികസന രംഗത്ത് നിൽക്കുന്ന ഇടതുപക്ഷക്കാരനായ വലതുപക്ഷത്ത് മത്സരിക്കുന്ന UDFിൽ മത്സരിക്കുന്ന വ്യക്തിത്വമാണ്. സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമാണ്. 39 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുപ്പമാണ്. മോഹനക്കുറുപ്പിൻ്റെയും വിജയകുമാരി അമ്മയുടെയും മകൻ, വൈഫും ചില്ലറക്കാരിയല്ല, ഡോക്ടർ വാണി ആർ പിള്ള, ഒരേ ഒരു മകളേ ഉള്ളൂ, വാമിക. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ പ്രീ പോൾ സർവേയിൽ കൊല്ലം ജില്ലയിൽ വലിയ അത്ഭുതവും വിസ്മയവും UDF ഉണ്ടാക്കും. കുണ്ടറ ആൾറെഡി UDF ജയിക്കും, വിഷ്ണുനാഥ്. ചാത്തന്നൂർ UDFിൻ്റെ കെയർ ഓഫിലാണ് കിടക്കുന്നത്. ഇനി UDFിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ ND ആയിരിക്കും ജയിക്കുന്നത്, അല്ലാതെ CPI അല്ല. അത് കഴിഞ്ഞാൽ കൊല്ലം നമ്മുടെ ചിലപ്പോൾ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ബിന്ദു കൃഷ്ണ, അതുപോലെ ഇരവിപുരത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ എന്ന് പറയുന്ന വളരെയധികം സമര നായകൻ തന്നെയാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ, RSP പോലുള്ളൊരു പാർട്ടിയിൽ നിന്ന് പരനാറി പ്രയോഗത്തിലൂടെ കൊല്ലം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പരനാറി പ്രയോഗമൊക്കെ മുഖ്യമന്ത്രി നടത്തി, പ്രേമചന്ദ്രൻ്റെ NK പ്രേമചന്ദ്രനെയൊക്കെ പറഞ്ഞ് വളരെ വികലമാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്ന്. അതിനുശേഷം MA ബേബിക്കെതിരെ NK പ്രേമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയും ചെയ്തു കൊല്ലത്തിൽ പാർലമെൻറ്റിൽ. അപ്പോൾ ഒരുപക്ഷെ NK പ്രേമചന്ദ്രനൊക്കെ കഴിഞ്ഞാൽ, ഷിബു ബേബി ജോൺ അത്ര ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല, പക്ഷേ ഷിബു ബേബി ജോണൊക്കെ NK പ്രേമചന്ദ്രനെ കഴിഞ്ഞാൽ അടുത്തൊരു യുവതാരം കൊല്ലത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്, അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ. അത് നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഇപ്രാവശ്യം അദ്ദേഹം അവിടെ തേരോട്ടം നടത്തും. പല പാർട്ടികൾ UDF LDF മാറി ജയിച്ചിട്ടുള്ള അവിടെ ഇപ്രാവശ്യം UDF തിരിച്ചു പിടിച്ചുകൊണ്ട് നൗഷാദിൻ്റെ 2 ടേണിലെ MLA സ്ഥാനത്തെ അട്ടിമറിച്ചുകൊണ്ട് വിഷ്ണുമോഹൻ ജയിക്കുമെന്നാണ് പ്രീ പോൾ സർവേകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയപ്പോഴാണ് സ്ഥാനാർത്ഥി ആരെന്നുള്ളത് കൂടെ വന്നപ്പോൾ മനോഹരമാണ്. സ്ഥാനാർത്ഥി കേരളത്തിലെ സമര യൗവനത്തിൻ്റെ മുഖമായിരിക്കുന്ന, കേരളത്തിലെ ഇനിയും ഇവിടെ ശരികളും നന്മകളും ജനാധിപത്യവും മതേതരത്വവും ഒന്നും മരിച്ചിട്ടില്ല, അതേറ്റെടുക്കാൻ യുവതലമുറ ഉണ്ട് എന്ന്, അതിൻ്റെ ദീപശിഖ കെടാനാളങ്ങൾ അണയാതെ കൊണ്ടുപോകാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന യുവജന ചേരിയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വിഷ്ണുമോഹൻ. അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സർവേകളിലും പറയുന്നത്. എന്തായാലും മനോഹരമായ ഒരു സ്ഥാനാർത്ഥിയെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ പ്രമുഖരായിട്ടുള്ള, ചെറുപ്പക്കാരായിട്ടുള്ള, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുള്ള, സാമൂഹ്യ രംഗത്തുള്ള, സിനിമാ രംഗത്തുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥാനാർത്ഥികളിൽ ഒത്തിരി പേരുണ്ട്. അതിലേറ്റവും സൗന്ദര്യം എന്ന് പറയാൻ കാണാനുള്ള സൗന്ദര്യമല്ല, ഒരു രാഷ്ട്രീയ സൗന്ദര്യമുള്ള, രാഷ്ട്രീയ മനോഹാരിതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വിഷ്ണുമോഹൻ. അദ്ദേഹം ജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും 2-3 പ്രീ പോൾ സർവേകളും പറയുന്നത്. വിഷ്ണുമോഹൻ ജയിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമരരംഗം, അല്ലെങ്കിൽ സമരമെന്ന് പറയുന്നത് നീതിക്ക് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള, അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ ശബ്ദമായി ഈ ചെറുപ്പക്കാർ ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ അദ്വിതീയനായി വിഷ്ണുമോഹൻ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കരുതാം.